ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിലെ 4ാമത്തെ യൂണിറ്റ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം മോളിക്യൂൾസ് എന്താണെന്ന് നോക്കാം. മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് ആറ്റം എക്സിസ്റ്റിംഗ് ടുഗെദർ ആസ് വൺ സ്പീഷീസ് ആൻഡ് ഹാവിങ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി. അങ്ങനത്തെ ഒരു സ്പീഷീസിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് പറയുന്നത്. അത് ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആണ്. ചില കേസസിൽ അത് സിമിലർ ആറ്റംസ് ആവാം, ചില കേസസിൽ ഡിഫറെൻ്റ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ H2 മോളിക്യൂൾ, രണ്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് H2 മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. O2 ഐഡന്റിക്കൽ ആയിട്ടുള്ള O2 മോളിക്യൂൾസ് രണ്ടെണ്ണം കമ്പൈൻ ചെയ്യും. P4 ഫോസ്ഫറസ് ടെട്രാ അറ്റോമിക് ആണ്. അപ്പൊ 4 ഫോസ്ഫറസ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് P4 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. എന്നാൽ സൾഫർ എന്ന് പറയുന്നത് ഒക്ടാ അറ്റോമിക് ആണ്. 8 സൾഫർ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് S8 മോളിക്യൂളിന്റെ ഫോമിലാണ് സൾഫർ എക്സിസ്റ്റ് ചെയ്യുക. എന്നാൽ H2O, NH3, വാട്ടർ, അമോണിയ ഇതൊക്കെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും, അപ്പൊ ഡിഫറെന്റ് ആറ്റംസ് കമ്പൈൻ ചെയ്തു. NH3ന്റെ കേസിൽ 1 നൈട്രജനും 3 ഹൈഡ്രജനും കമ്പൈൻ ചെയ്തിട്ടാണ് ഇങ്ങനെ മോളിക്യൂൾസ് ആയിട്ട് മാറുന്നത്. ഇങ്ങനെ മോളിക്യൂൾസ് ആയി മാറിക്കഴിഞ്ഞാൽ അതിനൊരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടിയും അത് കാണിക്കും. അങ്ങനത്തെ ഗ്രൂപ്പ് ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ മോളിക്യൂൾസ് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് എക്സിസ്റ്റിംഗ് ടുഗെദർ ആസ് വൺ സ്പീഷീസ് ആൻഡ് ഹാവിങ് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി. അങ്ങനത്തെ ഒരു സ്പീഷീസിനെയാണ് നമ്മൾ മോളിക്യൂൾ എന്ന് വിളിക്കുന്നത്. ഇനി കെമിക്കൽ ബോണ്ട് എന്താന്ന് നോക്കാം. ദ അട്രാക്റ്റീവ് ഫോഴ്സ്, ആ അട്രാക്റ്റീവ് ഫോഴ്സ് അതിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത്. അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഹോൾഡ്സ് ദ വേരിയസ് കൺസ്റ്റിറ്റ്യുവൻസ്, അത് ആറ്റംസ് ആവാം അല്ലെങ്കിൽ അയോൺസും ആവാം, ടുഗെദർ ഇൻ ഡിഫറെൻറ്റ് കെമിക്കൽ സ്പീഷീസ് ഈസ് കോൾഡ് എ കെമിക്കൽ ബോണ്ട്. ആ ഡിഫറെൻറ്റ് കൺസ്റ്റിറ്റ്യുവൻറ്റ് പാർട്ടിക്കിൾസിനെ അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ദ അട്രാക്റ്റീവ് ഫോഴ്സ് വിച്ച് ഹോൾഡ്സ് ദ വേരിയസ് കൺസ്റ്റിറ്റ്യുവൻറ്റ്, അത് ആറ്റംസ് ആവാം അയോൺസ് ആവാം, ടുഗെദർ ഇൻ ഡിഫറെൻറ്റ് കെമിക്കൽ സ്പീഷീസ് ഇസ് കോൾഡ് എ കെമിക്കൽ ബോണ്ട്. ആ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ കെമിക്കൽ ബോണ്ട് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു കെമിക്കൽ ബോണ്ടിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടന്നത്, അതിനെക്കുറിച്ച് കുറേ സയന്റിസ്റ്റുകൾ റിസർച്ചുകൾ നടത്തിയിരുന്നു. ആ റിസർച്ചിന്റെ ഭാഗമായിട്ട് കുറേ തിയറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അപ്പോൾ മെനി തിയറീസ് വെർ ഇൻട്രൊഡ്യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ കെമിക്കൽ ബോണ്ടിങ് ഇൻ മോളിക്യൂൾസ്. മോളിക്യൂൾസിലെ കെമിക്കൽ ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ തിയറീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിലെ പ്രധാനപ്പെട്ട 4 തിയറീസാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. First one is Coastal-Lewis approach. Second one is VSEPR theory, valence shell electron pair repulsion theory എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി, അതാണ് VSEPR തിയറി എന്ന് പറയുന്നത്. മൂന്നാമത്തത് VBT ആണ്, വാലൻസ് ബോണ്ട് തിയറിയാണ്. വാലൻസ് ബോണ്ട് തിയറി, അതാണ് VBT. പിന്നെ 4ാമത്തത് MOT, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. അപ്പോൾ നമ്മൾ ഈ 4 തിയറീസുമാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് കോസൽ-ലൂയിസ് അപ്രോച്ച് എന്താണെന്ന് നോക്കാം. കോസൽ-ലൂയിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ്. In 1916, Coastal and Lewis succeeded independently in giving a satisfactory explanation for bonding, and this was based on inertness of noble gases. ഈ 2 സയൻറ്റിസ്റ്റുകളും സെപ്പറേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തത്. ആൻഡ് ദേ ഗേവ് എ സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഫോർ ബോണ്ടിങ്. ബോണ്ടിങ്ങിന് ഒരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കൊടുത്തു. ആൻഡ് ദിസ് എക്സ്പ്ലനേഷൻ, അവരുടെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇനേർട്ട്നെസ് ഓഫ് നോബിൾ ഗ്യാസസിനെ ബേസ് ചെയ്തിട്ടാണ്. നോബിൾ ഗ്യാസസ് എന്തുകൊണ്ടാണ് ഇനേർട്ടായി കിടക്കുന്നത് നമുക്കറിയാം. റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവർ സ്റ്റേബിൾ ആണ്, അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. കംപ്ലീറ്റ്ലി ഫിൽഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആറ്റംസ് കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറ്. പക്ഷേ ഇതിനങ്ങനെ
ഓൾറെഡി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ടാണ് നോബിൾ ഗ്യാസസ് ഇനേർട്ടായിട്ട് കിടക്കുന്നത്. ആ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് കോസൽ ആൻഡ് ലൂയിസ് ഈ രണ്ട് സയൻറ്റിസ്റ്റുകളും അവരുടെ എക്സ്പ്ലനേഷൻ, കെമിക്കൽ ബോണ്ടിങ്ങിന് എക്സ്പ്ലനേഷൻ കൊടുത്തത്. Lewis postulated that atoms achieve the stable octet when they are linked by chemical bond. നമ്മൾ ആദ്യം ലൂയിസിന്റെ കൺസെപ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലൂയിസ് എന്താ പറഞ്ഞത് നോക്കാം. He told that atoms achieve stable octet when they are linked by chemical bond. ഒരു കെമിക്കൽ ബോണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴാണ് ആറ്റംസിന് സ്റ്റേബിൾ ഒക്റ്ററ്റ് കിട്ടുക എന്നാണ് ലൂയിസ് പറഞ്ഞത്. സ്റ്റേബിൾ ഒക്റ്ററ്റ് എന്ന് പറയുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആവുന്ന കണ്ടീഷനെയാണ് നമ്മൾ ഒക്റ്ററ്റ് എന്ന് പറയുന്നത്. ആ 8 ഇലക്ട്രോൺസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആറ്റംസ് കെമിക്കൽ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നാണ് ലൂയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞത്. He gave a cubical arrangement of octet. He gave importance for the concept of sharing of electrons. ലൂയിസ് അത് കൂടാതെ പറഞ്ഞത് ഒരു ക്യൂബ് എന്നൊരു ഇമാജിനേഷൻ നമ്മളുടെ മനസ്സിലേക്ക് വരണം. ആ ക്യൂബിന് നമുക്കറിയാം, ക്യൂബിന് 8 കോർണേഴ്സ് ആണ് ഉള്ളത്. 8 കോർണേഴ്സിലും 8 ഇലക്ട്രോൺസ് ആയി കഴിഞ്ഞാൽ ആ ഒരു ആറ്റം സ്റ്റേബിളായി. ക്യൂബിൻ്റെ സെൻറ്ററിലാണ് ന്യൂക്ലിയസ് വരുന്നത് എന്നാണ് ലൂയിസ് പറഞ്ഞത്. സോ വി ക്യാൻ ഇമാജിൻ ആറ്റം ആസ് എ ക്യൂബ് എന്നാണ് ലൂയിസ് പറഞ്ഞത്. ആ ക്യൂബിൻ്റെ സെൻറ്ററിൽ ന്യൂക്ലിയസ് വരും. ആ ക്യൂബിന് 8 കോർണേഴ്സ് ആണുള്ളത്. 8 കോർണേഴ്സിലും ഓരോ ഇലക്ട്രോൺസ് വീതം ഒക്യുപ്പൈ ചെയ്യുമ്പോൾ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയി. അങ്ങനെ കംപ്ലീറ്റ് ആവുമ്പോഴാണ് ആറ്റത്തിന് സ്റ്റെബിലിറ്റി കിട്ടുക എന്നാണ് ലൂയിസ് പറഞ്ഞത്. സോ ഹി ഗേവ് എ ക്യൂബിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഒക്റ്ററ്റ്. ഒക്റ്ററ്റിന് ഒരു ക്യൂബിക്കൽ അറേഞ്ച്മെൻ്റ് ആണ് ഈ ലൂയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് കൊടുത്തത്. ആൻഡ് ഹീ ഗേവ് ഇമ്പോർട്ടൻസ് ഫോർ ദ കൺസെപ്റ്റ് ഓഫ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുകയാണ് എന്നാണ് ലൂയിസ് പറഞ്ഞത്. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസിനാണ് ലൂയിസ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. നെക്സ്റ്റ് ലൂയിസ് സിംബൽ അല്ലെങ്കിൽ ലൂയിസ് ഡോട്ട് സിംബൽസ് എങ്ങനെയാണ് നോക്കാം. A Lewis dot structure for an atom consists of the symbols for the element and one dot for each valence electron. വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ലൂയിസ് സ്ട്രക്ചർ കിട്ടും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ എസ് ആൻഡ് പി ബ്ലോക്ക് എലമെൻറ്റ്സ് അല്ലെങ്കിൽ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിനാണ് നമ്മൾ ലൂയിസ് സിംബൽ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിനാണ് നമ്മൾ ലൂയിസ് സിംബൽ ഉപയോഗിക്കുന്നത്. അത് എങ്ങനെയാണ് നോക്കാം. നോക്കൂ, ലിഥിയം, ബെറിലിയം. അപ്പോൾ നമുക്ക് സെക്കൻഡ് പീരിയഡ് ആദ്യം നോക്കാം. സെക്കൻഡ് പീരിയഡിൽ ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, നിയോൺ അതിൻ്റെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ലിഥിയം ആണെങ്കിൽ NS1 ആണ്. അപ്പോൾ നമുക്കറിയാം nth ഷെല്ലാണ് ഇവിടുത്തെ വാലൻസ് ഷെൽ എന്ന് പറയുന്നത്. അവിടെ ഒരു ഇലക്ട്രോൺ ആണുള്ളത്. സോ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. അതാണ് ലൂയിസ് സിംബൽ ഫോർ ലിഥിയം. ഇനി ബെറിലിയം ആണെങ്കിൽ ബെറിലിയം എഴുതിയിട്ട് NS2 എന്നാണ് കാണുന്നത്. അപ്പോൾ nth ഷെല്ല്, അതായത് വാലൻസ് ഷെൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലാണ് nth ഷെൽ എന്ന് പറയുന്നത്. അവിടെ 2 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. ബോറോൺ ആണെങ്കിൽ NS2 NP1 ആണ്. അപ്പോൾ nth ഷെല്ലിൽ 2 + 1 3 ഇലക്ട്രോൺസ് ആണ് വരുന്നത്. 2 ഇലക്ട്രോൺസ് S ഓർബിറ്റലിലും 1 ഇലക്ട്രോൺ P ഓർബിറ്റലിലും ഉണ്ട്. അങ്ങനെ ടോട്ടൽ 3 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ 3 ഡോട്ട് ഇടുക. ഇനി അടുത്തത് കാർബണിൽ വാലൻസ് ഇലക്ട്രോൺ ആയിട്ട് 4 ഇലക്ട്രോൺസ് വരുന്നുണ്ട്. സോ 4 ഡോട്ട് ഇട്ട് കൊടുക്കുക. നൈട്രജൻ ആണെങ്കിൽ 5 ഡോട്ട് ഇടുക. ഓക്സിജൻ ആണെങ്കിൽ 6 ഡോട്ട് ഇട്ട് കൊടുക്കുക. ഫ്ലൂറിൻ ആണെങ്കിൽ 7, 5 + 2 7 ആയി. ആൻഡ് നിയോൺ ആകുമ്പോൾ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാണ്. 8 ഇലക്ട്രോൺസ് ആയി. 6 + 2 8 ഇലക്ട്രോൺസ്. ഇതിനെയാണ് നമ്മൾ ലൂയിസ് സിംബൽ എന്ന് വിളിക്കുന്നത്. ഇനി അതേപോലെ നമുക്ക് തേർഡ് പീരിയഡ് എലിമെൻസിനും ഇതേപോലെ ഡോട്ട് ഇട്ട് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. സോഡിയത്തിൻ്റെ ലൂയിസ് സിംബൽ Na എന്ന് എഴുതിയിട്ട് ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. മെഗ്നീഷ്യം ആണെങ്കിൽ Mg എന്ന് എഴുതിയിട്ട് 2 ഡോട്ട് ഇട്ട് കൊടുക്കുക. അലുമിനിയത്തിന് Al എന്ന് എഴുതിയിട്ട് 3 ഡോട്ട് ഇട്ട് കൊടുക്കുക. സിലിക്കൺ ആണെങ്കിൽ 4 ഡോട്ട് ഇടുക. ഫോസ്ഫറസിന് 5, സൾഫറിന് 6, ക്ലോറിന് 7, ആർഗണിന് 8.
ഇതിനെയാണ് നമ്മൾ ലൂയിസ് സിംബൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സിമ്പിളാണ്. ലൂയിസ് സിംബലിൽ നമ്മൾ ഔട്ടർ മോസ്റ്റ് ഷെൽ, അതായത് വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ, അതിനെയാണ് നമ്മൾ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. അത് എത്ര ഉണ്ട് നോക്കുക, അത്ര തന്നെ നമ്മൾ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ കിട്ടുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ ലൂയിസ് സിംബൽ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ലൂയിസ് ലാങ്മെയർ കൺസെപ്റ്റ്. ലൂയിസ് എന്ന സയൻറ്റിസ്റ്റ് പറഞ്ഞതിനെ ബേസ് ചെയ്തിട്ട് ലാങ്മെയർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് 1919 1919 ലാങ്മെയർ എന്ന സയൻറ്റിസ്റ്റ് ലൂയിസിന്റെ കൺസെപ്റ്റിനെ ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തു. അതിനെയാണ് നമ്മൾ ലൂയിസ് ലാങ്മെയർ കൺസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. Langmuir modified Lewis' concept by avoiding the idea of stationary cubical arrangement of objects and introduced the term covalent bond. അപ്പോൾ ലാങ്മെയർ പറഞ്ഞത്, നേരത്തെ നമ്മൾ ലൂയിസ് പറഞ്ഞു ഒരു സ്റ്റേഷനറി ക്യൂബിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ഒക്ടറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കൺസെപ്റ്റ് തെറ്റാണ് എന്നാണ് ലാങ്മെയർ പറഞ്ഞത്. അപ്പോൾ ലാങ്മെയർ ലൂയിസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ക്യൂബിക്കൽ അറേഞ്ച്മെന്റ് എടുത്ത് ഒഴിവാക്കി. അത് ഒഴിവാക്കി എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ലാങ്മെയർ ഒന്നും ചെയ്തിട്ടില്ല. ബൈ അവോയ്ഡിങ് ദ ഐഡിയ ഓഫ് സ്റ്റേഷനറി ക്യൂബിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ഒക്ടറ്റ് ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ ടേം കോവാലന്റ് ബോണ്ട്. ഈ ഷെയറിങ് വഴി ഫോം ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ലൂയിസ് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു ഷെയറിങ് വഴി ഫോം ചെയ്യുന്ന ബോണ്ടിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത പേരാണ് കോവാലന്റ് ബോണ്ട്. സോ കോവാലന്റ് ബോണ്ട് എന്ന കൺസെപ്റ്റ് ലൂയിസ് ലാങ്മെയർ കൺസെപ്റ്റ് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നത്. അപ്പോൾ കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് ഷെയർ ചെയ്തിട്ടാണ് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഇനി ഈ ഒരു കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത് എന്തിനാണ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദെയർ ഒക്ടറ്റ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അതിന് സ്റ്റെബിലിറ്റി കിട്ടുക. അതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഷെയറിങ് വഴി ഫോം ചെയ്യുന്ന കുറച്ച് ബോണ്ട്സ് നോക്കാം. ഇവിടെ നോക്കൂ, ഓക്സിജൻ. ഓക്സിജന്റെ ലൂയിസ് സിംബൽ ആണ് വരച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ കണ്ടു ഓക്സിജന്റെ ടോട്ടൽ 6 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് വരിക. O2 മോളിക്യൂൾ ആണെങ്കിൽ 2 ഓക്സിജനും 6 ഇലക്ട്രോൺസ് വീതം വരും. അപ്പോൾ ആദ്യം ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്യുമ്പോൾ 2 ഓക്സിജനും ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. ഇപ്പോൾ ഈ ഓക്സിജന്റെ കേസിൽ നമുക്കറിയാം, ഒരു ഓക്സിജൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് ആയിട്ടുള്ളൂ. ഈ സെന്ററിലുള്ള ഇലക്ട്രോൺ എന്ന് പറയുന്നത് 2 ഓക്സിജനും ഷെയർ ചെയ്തെടുക്കുന്ന ഇലക്ട്രോൺ. അപ്പോൾ 2 പേർക്കും നമുക്കത് കൗണ്ട് ചെയ്യാം. ഇനി ഇതേപോലെ ഈ ഓക്സിജന്റെ കേസിൽ 1 2 3 4 5 6 7 ഇലക്ട്രോൺസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയില്ല. അതിൻ്റെ അർത്ഥം ഒരു സിംഗിൾ ബോണ്ട്, ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബോണ്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ സെന്ററിലുള്ള ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ, ഷെയർ ചെയ്ത ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഒരു സിംഗിൾ ബോണ്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സിംഗിൾ ബോണ്ടിനെ കൊണ്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ നമുക്ക് നോക്കാം, ഷെയർ അൺടിൽ ഒക്ടറ്റ് ഈസ് കംപ്ലീറ്റ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നവരെ ഷെയർ ചെയ്യും. അപ്പോൾ അടുത്ത സ്ട്രക്ചർ നോക്കാം. 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ചെയ്യുമ്പോൾ ഈ ഓക്സിജന് 1 2 3 4 5 6 7 8 ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. ഇനി അതേപോലെ ഈ ഓക്സിജന്റെ 1 2 3 4 പിന്നെ ഇതും നമുക്ക് എടുക്കാം 5 6 ആൻഡ് ദിസ് വൺ 7 8. സോ ടോട്ടൽ 8 ഇലക്ട്രോൺസ് കംപ്ലീറ്റ് ആയി. ആർക്കും നഷ്ടം വരുന്നില്ല. 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അവിടെ ഷെയർ ചെയ്തത്. അപ്പോൾ ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണ് ഫോം ചെയ്യുക. സിംഗിൾ ബോണ്ടിനെ കൊണ്ട് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവണില്ല. അതുകൊണ്ടാണ് ഡബിൾ ബോണ്ട്. 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 2 ഓക്സിജനും അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത് കിട്ടും. സോ ഓക്സിജൻ ഡബിൾ ബോണ്ട് ആണ് O2 മോളിക്യൂളിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് നൈട്രജന്റെ കേസ് നോക്കാം. നൈട്രജന് നേരത്തെ നമ്മൾ ലൂയിസ് സിംബൽ കണ്ടതായിരുന്നു. നൈട്രജന് ടോട്ടൽ എത്ര ഇലക്ട്രോൺസ് ആണ് വരുന്നത്? നൈട്രജന് ടോട്ടൽ 5 ഇലക്ട്രോൺസ് ആണ് വാലൻസ് ഇലക്ട്രോൺസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഷെയറിങ് നോക്കാം. ഷെയറിങ്ങിന്റെ കേസിൽ, നൈട്രജന്റെ കേസിൽ ആദ്യം ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുക. ഈ പെയർ ഓഫ് ഇലക്ട്രോൺ സെന്ററിലുള്ളതാണ് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ നൈട്രജനും 1 2 3 4 5 6 6 ഇലക്ട്രോൺ ആയിട്ടുള്ളൂ. അതേപോലെ ഇതും നോക്കാം. 1 2 3 4 5 6
6 ഇലക്ട്രോണേ ആവുന്നുള്ളൂ, ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ 1 പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു കംപ്ലീറ്റ് ദ ഒക്ടറ്റ്. ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ സഫിഷ്യൻ്റ് അല്ല. അപ്പോൾ നമുക്കിനി അടുത്ത സ്ട്രക്ചർ നോക്കാം. എന്നാൽ 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നോക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, 2 പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് നൈട്രജൻ്റെ സെൻറ്ററിൽ, 2 നൈട്രജൻ്റെ സെൻറ്ററിൽ വന്നത്. ഇനി നമുക്കൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7. ഇപ്പോഴും ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. ഇനി ഇവിടെ നോക്കൂ, 1 2 3 4 5 6 and 7. രണ്ടിനും ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല, 7 ഇലക്ട്രോൺസേ വരുന്നുള്ളൂ. സോ 2 പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഓൾസോ നോട്ട് സഫിഷ്യൻറ്റ് ടു കംപ്ലീറ്റ് ദ ഒക്ടറ്റ്. 2 പെയർ ഓഫ് ഇലക്ട്രോൺ, അതായത് ഡബിൾ ബോണ്ട് ആയാലും ഒക്ടറ്റ് കംപ്ലീറ്റ് ആവണില്ല. ഇനി നമുക്ക് അടുത്ത സ്ട്രക്ചർ നോക്കാം. അടുത്ത സ്ട്രക്ചറിൽ 3 പെയർ ഓഫ് ഇലക്ട്രോൺ ആണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 1 2 ഇനി 3 4 5 6 7 8. സോ നൈട്രജൻ ഒക്ടറ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതേപോലെ ഈ നൈട്രജനും ഈ 6 ഇലക്ട്രോൺസ് കോമൺ ആണ് 2 പേർക്കും. 3 പെയർ ഓഫ് ഇലക്ട്രോൺ ആണ്. സോ ടോട്ടൽ 6 ഇലക്ട്രോൺ ആൻഡ് 7 8. സോ ഒക്ടറ്റ് ഈസ് കംപ്ലീറ്റ്. അപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. ഒക്ടറ്റ് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവിടെ അതിൻ്റെ ഭാഗമായിട്ട് 3 പെയേഴ്സ് ആണ് ഷെയർ ചെയ്തത്. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ N2 മോളിക്യൂളിൽ നൈട്രജൻ ട്രിപ്പിൾ ബോണ്ടാണ് ഫോം ചെയ്തത് എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസും കൂടി നോക്കാം. NH3 മോളിക്യൂളിൽ നൈട്രജന് 5 വാലൻസ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. ഹൈഡ്രജന് ഒരൊറ്റ ഇലക്ട്രോണേ ഉള്ളൂ. NS1 ആണ് ഹൈഡ്രജൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ 3 ഹൈഡ്രജനും ആ ബ്ലൂ കളർ ഡോട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഹൈഡ്രജനിലെ ഇലക്ട്രോൺ ആണ്. ഡോട്ട് ഹൈഡ്രജനിലെ വാലൻസ് ഇലക്ട്രോൺ ആണ്. ഓരോ ഹൈഡ്രജനും ഓരോ വാലൻസ് ഇലക്ട്രോൺ ആണ്. അങ്ങനെ ഹൈഡ്രജൻ്റെ കേസിൽ ഡബ്ലറ്റ് കംപ്ലീറ്റ് ചെയ്യും. ഹൈഡ്രജന് ഒരിക്കലും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഫസ്റ്റ് പീരിയഡിൽ ഹൈഡ്രജനും ഹീലിയവുമാണ്. ഫസ്റ്റ് പീരിയഡിൽ ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസേ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പീരിയഡ് എലമെൻറ്റ്സിന് ഒരിക്കലും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഡബ്ലറ്റേ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ in each case hydrogen completes its doublet by sharing 1 electron of nitrogen. നൈട്രജൻ്റെ ഒരു ഇലക്ട്രോൺ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഡബ്ലറ്റ് കംപ്ലീറ്റ് ചെയ്യും. എന്നാൽ നൈട്രജന് 3 ഇലക്ട്രോൺ അവിടെ കിട്ടുകയാണ് അല്ലേ. ഓൾറെഡി 5 ഇലക്ട്രോൺ ഉണ്ട്. 3 ഇലക്ട്രോൺ ഹൈഡ്രജൻ്റെ ഷെയർ ചെയ്യുമ്പോൾ നൈട്രജൻ അതിൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാണ്. നോർമൽ കോവാലൻ ബോണ്ട്, ഈച്ച് ആറ്റം സപ്ലൈസ് ആൻ ഇലക്ട്രോൺ. നൈട്രജനും 1 സപ്ലൈ ചെയ്തു, ഹൈഡ്രജനും 1 സപ്ലൈ ചെയ്തു. അപ്പോൾ അവിടെ നോർമൽ കോവാലൻ ബോണ്ട് ഫോം ചെയ്തു. ഇത് സിംഗിൾ ബോണ്ട് ഹൈഡ്രജൻ. നൈട്രജൻ 3 സിംഗിൾ ബോണ്ട് ഹൈഡ്രജനുമായിട്ട് ഫോം ചെയ്യും. ഇനി മുകളിൽ കിടക്കുന്ന ഈ ഒരു ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ കിടക്കുന്ന മുകളിലെ ഈ ഇലക്ട്രോൺ പെയർ എന്ന് പറയുന്നത്, അതിനെ നമ്മൾ ലോൺ പെയർ എന്ന് വിളിക്കും. ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ എന്നാണ് അതിനെ വിളിക്കുക. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കാം. NH4+. When NH3 combines with H+, we get NH4+. അമോണിയം അയോൺ എന്നാണ് വിളിക്കുക അതിന്. അമോണിയം അയോണിൽ ആദ്യത്തെ കേസിലുള്ളത് പോലെ തന്നെ ഓരോ ഹൈഡ്രജനും ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യും. നൈട്രജനുമായിട്ട് ഷെയർ ചെയ്തിട്ട് സിംഗിൾ ബോണ്ട് ഫോം ചെയ്യും. ഇനി ഇവിടെ എന്താ സംഭവിക്കുക, ഈ 4ാമത്തത് H+ ആണ്. അതിന് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാനില്ല. ഓൾറെഡി അത് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ട അവസ്ഥയിൽ H+ കാറ്റയോൺ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് ഇലക്ട്രോൺ ഇല്ല. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. ഓൾറെഡി ഉള്ള ഇലക്ട്രോൺ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുക എന്താണ്, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആ ബോണ്ടിനെ നമ്മൾ പറയുക കോർഡിനേറ്റ് കോവാലൻ ബോണ്ട് എന്നാണ്. കാരണം ദ പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഫ്രം ദ സെയിം ആറ്റം. അവിടെ നൈട്രജൻ ആണ് ഈ 2 പെയർ ഓഫ് ഇലക്ട്രോൺസിനെയും ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഹൈഡ്രജൻ്റെ അടുത്തുനിന്ന് ഷെയർ ചെയ്യാൻ ഇലക്ട്രോൺസ് ഇല്ല. നൈട്രജൻ ആണ് ഷെയറിങ്ങിന് വേണ്ടി ഇലക്ട്രോൺസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2 ഇലക്ട്രോൺസും നൈട്രജൻ ആണ് കൊടുക്കുന്നത്. പെയർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഫ്രം ദ സെയിം ആറ്റം. അങ്ങനത്തെ ബോണ്ടിനെയാണ് നമ്മൾ കോർഡിനേറ്റ് കോവാലൻ ബോണ്ട് എന്ന് പറയുന്നത്. ബാക്കി 3 ബോണ്ടും നോർമൽ കോവാലൻ ബോണ്ടാണ്. കാരണം ഓരോ ആറ്റംസും ഓരോ ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്യുകയാണ്. അതാണ് സാധാരണ കോവാലൻ ബോണ്ടിൽ നടക്കാറ്. ഈ കേസിൽ ഇവിടെ കോർഡിനേറ്റ് കോവാലൻ ബോണ്ട് കാരണം ബോത്ത്
electrons are from the same atom. ഇവിടെ നൈട്രജൻ ആണ് 2 ഇലക്ട്രോൺ. കാരണം ഹൈഡ്രജൻ ഇലക്ട്രോൺ കൊടുക്കാനില്ല, ഷെയറിങ്ങിന് കൊടുക്കാനില്ല. അതുകൊണ്ടാണ് കോർഡിനേറ്റ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺ എന്തിനാണ് ചെയ്യുന്നത്? ഇൻ ഓർഡർ ടു കംപ്ലീറ്റ് ദെയർ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് അതിന് സ്റ്റെബിലിറ്റി കിട്ടുക. ഇനി നമുക്ക് കോസൽ അപ്രോച്ച് നോക്കാം. ഒരു സയൻറ്റിസ്റ്റും കൂടി ഉണ്ട് ലൂയിസിന്റെ കൂടെ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. കോസൽ അപ്രോച്ച് അല്ലെങ്കിൽ കോസൽ എന്തൊക്കെയാണ് കെമിക്കൽ ബോണ്ടിൽ പറഞ്ഞത് നോക്കാം. കോസൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇൻ ദ പീരിയോഡിക് ടേബിൾ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഹാലോജൻസ് ആൻഡ് ഹൈലി ഇലക്ട്രോപോസിറ്റീവ് ആൽക്കലി മെറ്റൽസ് ആർ സെപ്പറേറ്റഡ് ബൈ നോബിൾ ഗ്യാസസ്. നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഹാലോജൻസ് ഗ്രൂപ്പ് 17 കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് 18 കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രൂപ്പ് 1ലേക്ക് കിടക്കുക അല്ലെ. ആ ഓർഡറിൽ പോകുമ്പോൾ ഗ്രൂപ്പ് 17 കഴിഞ്ഞ് ഗ്രൂപ്പ് 18 കൂടെ പോയിട്ടാണ് പിന്നെ അടുത്ത പീരിയഡിൽ ഗ്രൂപ്പ് 1ലേക്ക് കിടക്കുക. അപ്പോൾ ഈ ഒരു ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ഹാലോജൻസിൻ്റെയും ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആൽക്കലി മെറ്റൽസിൻ്റെയും ഇടയിൽ നമ്മൾ ഇൻക്രീസിങ് നമ്പർ, അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഗ്രൂപ്പ് 17 കഴിഞ്ഞ് 18 കഴിഞ്ഞ് പിന്നെ വീണ്ടും ഗ്രൂപ്പ് 1ലേക്ക് വരും. പിന്നെ 2, 3, 4 പിന്നെയും 17 കഴിഞ്ഞ് 18 കഴിഞ്ഞ് വീണ്ടും ഗ്രൂപ്പ് 1ലേക്ക് വരും. അപ്പോൾ ഈ ഒരു ഹാലോജൻസിൻ്റെയും ആൽക്കലി മെറ്റൽസിൻ്റെയും ഇടയിലാണ് എന്ത് കിടക്കുന്നത്, നോബിൾ ഗ്യാസസ് കിടക്കുന്നത്. സോ ദേ ആർ സെപ്പറേറ്റഡ് ബൈ നോബിൾ ഗ്യാസസ്. ദ ഫോർമേഷൻ ഓഫ് എ നെഗറ്റീവ് അയോൺ ഫ്രം ഹാലോജൻ ആറ്റം and a positive ion from an alkali metal atom is associated with gain and loss of electron by the respective atoms. അപ്പോൾ നമുക്കറിയാം ഹാലോജൻസ് സാധാരണ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യും, അപ്പോഴാണ് അതിന് സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടുന്നത്. ഇനി അതേപോലെ തന്നെ ആൽക്കലി മെറ്റൽസ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക, നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുക, അപ്പോഴാണ് അതിന് സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടുന്നത്. അപ്പോൾ ഈ നെഗറ്റീവ് അയോൺ ആയി മാറുമ്പോൾ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത്, പോസിറ്റീവ് അയോൺ ആയി മാറുമ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് നടക്കുന്നത്. അപ്പോൾ കോസൽ അപ്രോച്ചിൽ മെയിനായിട്ട് ലോസ് ആൻഡ് ഗെയിൻ ഓഫ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോണിനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ ട്രാൻസ്ഫർ നടത്തിയിട്ടാണ് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണ് കോസൽ പറഞ്ഞത്. ലൂയിസ് പറഞ്ഞത് ഷെയർ ചെയ്തിട്ടാണ് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നാൽ കോസൽ പറഞ്ഞത് ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടത്തിയിട്ടാണ് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. The negative and positive ions thus formed attain stable noble noble gas electronic configuration. നേരത്തെ പറഞ്ഞു ഈ ഒരു ഗെയിൻ ആൻഡ് ലോസ് കാരണം അതിന് സ്റ്റേബിൾ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടും. The noble gas with the exception of helium which has a doublet of electron. നോബിൾ ഗ്യാസസിൽ ഹീലിയം വരുന്നുണ്ടല്ലോ, പക്ഷെ ഹീലിയത്തിൽ എന്താണ് ഡബ്ലറ്റേ പോസിബിൾ ഉള്ളൂ, കാരണം അത് ഫസ്റ്റ് പീരിയഡിലെ എലിമെന്റ് ആണ്. ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസേ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. Have a particularly stable outer shell electron configuration of 8 octet, അതായത് ns2 np6. എല്ലാ നോബിൾ ഗ്യാസസിനും ns2 np6 കോൺഫിഗറേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഈ ഹാലോജൻ അല്ലെങ്കിൽ ഹാലോജനിലെ ഫാമിലിയിലെ മെമ്പേഴ്സ് ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്തിട്ട് ns2 np6 കോൺഫിഗറേഷനിലേക്ക് വരും. എന്നാൽ ആൽക്കലി മെറ്റൽസ് ഇലക്ട്രോൺസ് നഷ്ടപ്പെടുത്തിയിട്ടാണ് ns2 np6 കോൺഫിഗറേഷനിലേക്ക് വരുന്നത്. The negative and positive ions are stabilized by electrostatic attraction. അങ്ങനെ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ചാർജുള്ള അയോൺസിനെ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വഴിയാണ് സ്റ്റെബിലൈസേഷൻ നടക്കുന്നത്. ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അവിടെ. കാരണം ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് വരുമ്പോൾ എന്തായാലും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ വരും. അപ്പം നമുക്ക് അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ ആൽക്കലി മെറ്റലിൻ്റെ എക്സാമ്പിൾ ആയിട്ട് എന്നെ എടുത്തു. Na ഗീവ്സ് Na++ ഇലക്ട്രോൺ. സോഡിയത്തിന് ആക്ച്വൽ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നിയോണിൻ്റെ കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ട് ഒരു 3s1 ഇലക്ട്രോണും കൂടി വരും. അതാണ് ആക്ച്വലി സോഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്നാൽ ഈ ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ Na+ ആയി മാറുമ്പോൾ അതിന് നിയോണിൻ്റെ കോൺഫിഗറേഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ താഴെ ഞാനിവിടെ നിയോണിൻ്റെ കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ Na+ന് നിയോണിൻ്റെ കോൺഫിഗറേഷൻ കിട്ടി. ഇനി
Cl എന്ന് പറയുന്നത് ഹാലോജൻ ഫാമിലിയിലെ മെമ്പറാണ്. അതൊരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ആയിട്ട് മാറുന്നത്, Cl മൈനസ് ആയിട്ട് മാറുന്നത്. ഇനി Clയുടെ കോൺഫിഗറേഷൻ നോക്കാം. നിയോൺ കഴിഞ്ഞിട്ട് 3s2 3p5 കോൺഫിഗറേഷൻ ആണ് ക്ലോറിനുള്ളത്. അപ്പോൾ അതൊരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിയോൺ കഴിഞ്ഞിട്ട് 3s2 3p6, അതായത് ആർഗണിൻ്റെ കോൺഫിഗറേഷൻ കിട്ടി. അപ്പോൾ Na+ ആവുമ്പോൾ നിയോണിൻ്റെ കോൺഫിഗറേഷൻ കിട്ടി. Na+ ആയി മാറുന്നത് എന്തിനാണ്, സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. Cl മൈനസ് ആയിട്ട് മാറുന്നത് എന്തിനാണ്, സ്റ്റേബിൾ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ നോക്കൂ, പോസിറ്റീവ്ലി ചാർജ്ഡ് Na+ഉം നെഗറ്റീവ്ലി ചാർജ് Cl- തമ്മിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വരും. ആ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വഴി ഫോം ചെയ്യുന്ന ബോണ്ടാണ് ഇവിടെ NaCl ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നത്. സോ NaCl, സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുമ്പോൾ Na+ ഉണ്ട്, Cl- ആണ് ചാർജ് ആയിട്ട് നിൽക്കുന്നത്. ആ ചാർജിൻ്റെ സഹായത്തോടു കൂടി ആ ഒരു അട്രാക്ഷനാണ് ഈ NaCl ഫോർമേഷനെ അവിടെ സഹായിക്കുന്നത്. So the bond formed as a result of electrostatic attraction between the positive and negative ions was termed as electrovalent bond or ionic bond. അതിനെ നമ്മൾ ഇപ്പോൾ വിളിക്കുന്നത് അയോണിക് ബോണ്ട് എന്നാണ്. പണ്ട് കാലത്ത് വിളിച്ചത് ഇലക്ട്രോവാലന്റ് ബോണ്ട് എന്നായിരുന്നു. The electrovalency is equal to number of unit charges on the ions. ഈ അയോൺസിലുള്ള യൂണിറ്റ് ചാർജസിന് ഈക്വൽ ആണ് ഇലക്ട്രോവാലൻസി എന്ന് പറയുന്നത്. ഈ എക്സാമ്പിളിൽ നമുക്ക് എങ്ങനെയാണ് അത് വരുന്നത് നോക്കാം. ഹിയർ Na ഹാസ്, സോഡിയത്തിന് പോസിറ്റീവ് ഇലക്ട്രോവാലൻസി ഓഫ് 1 എന്നാണ് വരുന്നത്. ആൻഡ് ക്ലോറിൻ ഹാവ് നെഗറ്റീവ് ഇലക്ട്രോവാലൻസി ഓഫ് 1. കാരണം Na+ഉം Cl- ആയിരുന്നല്ലോ ഇതിത്തെ രണ്ടിൻ്റെയും ചാർജ്. അപ്പോൾ Na+, അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോവാലൻസി ഓഫ് 1 എന്ന് പറയാം. Cl- നെഗറ്റീവ് ഇലക്ട്രോവാലൻസി ഓഫ് 1. ഇനി സപ്പോസ് CaF2 ആണ് എന്ന് വിചാരിക്കുക. അവിടെ Ca2+ഉം F- ആണ്. അപ്പോൾ നമുക്ക് പറയാം Ca, കാൽഷ്യത്തിന് പോസിറ്റീവ് ഇലക്ട്രോവാലൻസി ഓഫ് 2 ആണുള്ളത്. കാരണം Ca2+ അല്ലേ. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോവാലൻസി ഓഫ് 2 ആണ് കാൽഷ്യത്തിന് വരുന്നത്. ഫ്ലോറിൻ ആണെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോവാലൻസി ഓഫ് 1 ആണ്. കാരണം F- തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ചാർജിനനുസരിച്ചാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇലക്ട്രോവാലൻസി, അതിൻ്റെ യൂണിറ്റ് നമ്പറിനനുസരിച്ച് 1, 2 എന്ന് പറഞ്ഞിട്ട് അത് മാറും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒക്ടറ്റ് റൂൾ എന്താണെന്ന് നോക്കാം. ആറ്റംസ് കമ്പൈൻ ഐദർ ബൈ ട്രാൻസ്ഫർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓർ ബൈ ഷെയറിംഗ് ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ഓർഡർ ടു ഹാവ് എൻ ഒക്ടറ്റ് ഇൻ ദെയർ വാലൻസ് ഷെൽ. അപ്പോൾ ആറ്റംസ് കമ്പൈൻ ചെയ്യുക എങ്ങനെയാണ്, ഒന്നില്ലെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്, അതാണ് ആര് പറഞ്ഞത്, കോസൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആ ഒരു കൺസെപ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. ഓർ ബൈ ഷെയറിംഗ് ഓഫ് വാലൻസ് ഇലക്ട്രോൺ, അത് ലൂയിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് എന്ന കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇൻ ഓർഡർ ടു ഹാവ് ആൻ ഒക്ടറ്റ് ഇൻ ദെയർ വാലൻസ് ഷെൽ. ഈ ട്രാൻസ്ഫറും ഷെയറിങ്ങും നടക്കുന്നത് എന്തിനാണ്, ഇൻ ഓർഡർ ടു ഹാവ് ഒക്ടറ്റ് ഇൻ ദെയർ വാലൻസ് ഷെൽ. അതിൻ്റെ വാലൻസ് ഷെല്ലിൽ ഒക്ടറ്റ് കോൺഫിഗറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫറും ഷെയറിങ്ങും നടക്കുന്നത്. ദിസ് ഈസ് നോൺ ആസ് ഒക്ടറ്റ് റൂൾ. ഇതിനെയാണ് നമ്മൾ ഒക്ടറ്റ് റൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒക്ടറ്റ് റൂളിൽ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ്റെ കേസാണ് ഫസ്റ്റ് പറയുന്നത്. ഹൈഡ്രജൻ്റെ കേസിൽ ന്യൂക്ലിയസ് കഴിഞ്ഞ് ഫസ്റ്റ് ഷെല്ല് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ. അപ്പോൾ ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ ആണ്. ഈ ബ്ലൂ കളർ ഡോട്ട് കാണിക്കുന്നത് ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ ആണ്. എന്നാൽ ഹൈഡ്രജൻ ഒക്ടറ്റ് അല്ല, ഹൈഡ്രജന് ഡബ്ലറ്റ് ആണ് കംപ്ലീറ്റ് ചെയ്യുക. നമുക്കറിയാം ഫസ്റ്റ് ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസേ പറ്റുള്ളൂ. അപ്പോൾ ഡബ്ലറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു ഇലക്ട്രോണും കൂടി വേണം. ഇനി ഇവിടെ കാർബണിൻ്റെ കേസ് നോക്കാം. ഇത് കാർബണിൻ്റെ ന്യൂക്ലിയസ് ആണ്. കാർബണിന് 2 ഷെല്ലാണ് വരുന്നത്. ഫസ്റ്റ് ഷെൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സെക്കൻഡ് ഷെല്ലിൽ കാർബണിന് 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്, എന്നാൽ അതിന് 4 ഇലക്ട്രോൺസും കൂടി വേണം. സോ കാർബൺ ലൈക്ക് ടു ഗെയിൻ 4 ഇലക്ട്രോൺസ്, 4 ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യണം അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. ഇനി അടുത്ത കേസ് നോക്കാം, നൈട്രജൻ്റെ കേസ് നോക്കാം. നൈട്രജൻ്റെ കേസിൽ നൈട്രജന് 7 ഇലക്ട്രോൺസ് ആണുള്ളത്. 7 ഇലക്ട്രോൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ ലാസ്റ്റ് ഷെല്ലിൽ 1, 2, 3, 4, 5 ഇലക്ട്രോൺസ് ആണുള്ളത്. എന്നാൽ 3 ഇലക്ട്രോൺസും കൂടി വേണം അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. നൈട്രജൻ വുഡ് ലൈക്ക് ടു ഗെയിൻ 3 ഇലക്ട്രോൺസ്.
ഇനി അടുത്തത് ഓക്സിജന്റെ കേസിൽ. ഓക്സിജന്റെ ലാസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ്. 2 ഇലക്ട്രോണും കൂടി വേണം അതിന് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ. സോ ഓക്സിജൻ വുഡ് ലൈക്ക് ടു ഗെയിൻ 2 electrons in order to complete its octet. So according to octet rule, atoms tends to gain, lose or share electrons so as to have an octet. അല്ലെങ്കിൽ നമുക്ക് പറയാം 8 electrons. അപ്പോൾ 8 electrons കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആറ്റംസ് ഈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസും ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസും നടത്തുന്നത്. അപ്പോൾ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ ലൂയിസ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചർ എങ്ങനെയാണ് വരയ്ക്കുക എന്നാണ് നോക്കുന്നത്.